രാത്രി കിടന്നുറങ്ങുമ്പോൾ ഈ ഓയിൽമെൻറ്റ് ഇടാണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. കൈയും കാലൊക്കെ ഭയങ്കര വേദനയാണ്. തണുപ്പ് എൻ്റെ ഒരു ശത്രുവായിട്ട് മാറിയിട്ടുണ്ട്. ആദ്യം ഉള്ളതാണ് കേട്ടോ ഇത്. രാവിലെ എഴുന്നേറ്റ് ചായയെല്ലാം കൊടുത്ത് ലിയമോൾ ഉറങ്ങുകയാണ്. അങ്ങനെ ലിയമോൾ വലിച്ചിട്ട എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ട് വേണം ഇനി എനിക്ക് എൻ്റെ അടുത്ത പണി നോക്കാൻ വേണ്ടിയിട്ടേ. ഭക്ഷണമെല്ലാം രാവിലെ തന്നെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി തുണി വിരിക്കാനേ ഉള്ളൂ. അങ്ങനെ ലിയമോൾ ഉറക്കി കിടത്തി എനിക്കെൻ്റെ തുണിയെല്ലാം പോയിട്ട് വിരിക്കണം. കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം അവൾക്ക് ഈ അൽക്കുലത്ത് സാധനങ്ങളെ കൊണ്ടൊക്കെ കളിക്കാനാണ് കേട്ടോ. മരുന്ന് വട്ട, പൗഡറിൻ്റെ ഡബ്ബ, ഇങ്ങനെ ഓരോ സാധനം കൊണ്ട് കളിക്കാനാണ് അവൾക്ക് ഇഷ്ടം. കളിപ്പാട്ടം എന്നാൽ വേണ്ടാതാനും. അങ്ങനെ ഞാൻ ഒരുവിധം സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസ് അല്ലാണ്ട് എവിടെയെങ്കിലും പോകുന്നതോ ട്രിപ്പായിട്ടുള്ള അങ്ങനെയൊക്കെ വീഡിയോസ് ഇടാൻ വേണ്ടി ഒരാൾ കമൻ്റ് ഇട്ടായിരുന്നു. ഞാനൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ ഡെയിലി നടന്നു പോകുന്ന കാര്യങ്ങളാണ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഞാനൊരു ട്രാവൽ വ്ളോഗറോ അല്ലെങ്കിൽ ഫുഡ് വ്ളോഗറോ അങ്ങനെയൊന്നുമല്ല കേട്ടോ. അപ്പോൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്ന നിലക്ക് എനിക്കിതെല്ലാം ചെയ്യാം എന്നതാണ് എൻ്റെ ഒരു ധാരണ. അതുകൊണ്ടാണ് ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം തുണിയെല്ലാം വിരിക്കാനെടുത്ത് വീണ്ടും ഞാൻ റൂമിലോട്ട് വന്നിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ 2-3 കൊറിയർ വന്ന് കിടപ്പുണ്ട്. 2-3 ദിവസമായിട്ട് വരുന്നു. അപ്പോൾ ഞാൻ ഒന്നിച്ച് പൊട്ടിക്കാമെന്ന് ഓർത്തിട്ട് വെച്ചതാണ്. അങ്ങനെ ലിയമോൾ എന്തായാലും ഉറങ്ങുകയല്ലേ, എന്നാൽ പിന്നെ ഇതുകൂടെ ചെയ്തേക്കാമെന്ന് ഓർത്ത്. ഇത് വാഷിംഗ് മെഷീൻ്റെ കവറാണ് കേട്ടോ. അതിൻ്റെ പ്രിൻ്റ് എനിക്കങ്ങ് ഇഷ്ടമായി. അതുകൊണ്ടാണ് എൻ്റെ മുഖത്തൊരു ചിരിയൊക്കെ വന്നത്. അങ്ങനെ അതെല്ലാം അൺബോക്സ് ചെയ്ത് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുമുണ്ട് ഞാനത്. അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റിയുണ്ട്. പിന്നെ സൈസും കറക്റ്റായിരുന്നേ. പിന്നെ വന്നേക്കുന്നത് വൈപ്സും പിന്നെ നമ്മളെ ഡ്രസ്സിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കറും ആയിരുന്നു കേട്ടോ വന്നേക്കുന്നത്. ഇതാണ് ഡ്രസ്സിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കർ. അതായത് നമുക്കിപ്പോൾ നെക്ക് താണു കിടക്കുന്നതോ അല്ലെങ്കിൽ സ്ലീവ്ലെസ്സോ അങ്ങനെ ഉള്ള ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ. തണുപ്പ് തുടങ്ങിയതുകൊണ്ട് എൻ്റെ തുമ്മലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കൂടെ ജലദോഷമുണ്ട്. അങ്ങനെ നമുക്ക് ഡ്രസ്സിനൊക്കെ ഒട്ടിക്കണമെങ്കിൽ കൈ പൊക്കുമ്പോൾ ഡ്രസ്സ് നീങ്ങിപ്പോകുന്നതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡബിൾ സൈഡാണ് കേട്ടോ. അതായത് ഒന്ന് സ്കിന്നിലും ഒരു സൈഡ് ഡ്രസ്സിലായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കിത് തോന്നുന്നു 1-ൽ 40 പീസ് അങ്ങാണ്ടാണ് വരുന്നത്. അങ്ങനെ 4 പാക്കറ്റ് ഉണ്ട് കേട്ടോ. 160 പീസോ അങ്ങനെ അങ്ങാണ്ടാണ് ടോട്ടൽ വരുന്നത്. എനിക്ക് ഇതിനായിട്ടുള്ളത് 99 രൂപ കേട്ടോ. അതുപോലെ വാഷിംഗ് മെഷീൻ്റെ കവറിനായിട്ടുള്ളത് 156 രൂപയാണ്. പിന്നെ ഉള്ളത് ലിയമോക്ക് ലവ് ലാപ്പിൻ്റെ വൈപ്സാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ സാധാരണ പുറത്തുനിന്ന് വാങ്ങാറാണ് പതിവ് കേട്ടോ. ഒരു പീസിന് 150-115 രൂപ അങ്ങാണ്ട് കൊടുത്തിട്ടാണ് ഞാൻ പുറത്തുനിന്ന് ഒരു പീസിന് ഞാൻ വാങ്ങുന്നത് കേട്ടോ. ഇതിപ്പോൾ 3 പാക്കറ്റ് ഉണ്ട്, അതായത് 3 പീസുണ്ട്. അപ്പോൾ ഇതിന് വരുന്നത് എനിക്ക് 195 രൂപയാണ് കേട്ടോ. അപ്പോൾ അത് അത്രയും ലാഭമാണ്. ഞാൻ സൗണ്ട് ഉണ്ടാക്കലെന്ന് പറയുന്നത് ചേട്ടൻ്റെ മോൾ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ലിയമോൾ ഉറങ്ങാണ്. അവൾ എന്തെങ്കിലുമൊക്കെ ബഹളം വെക്കുമ്പോൾ എഴുന്നേക്കുമല്ലോ എന്ന് ഓർത്തിട്ട് അവളോട് പറയുകയാണ് കേട്ടോ. അവളെന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. സാധാരണ ബ്രാൻഡഡ് സാധനങ്ങളൊന്നും ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാറില്ല, ഓരോ പീസായിട്ട് വാങ്ങാറാണ് കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ എൻ്റെ കണ്ണ് പെട്ടപ്പോൾ ഞാനങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഓഫറിന് കിടക്കായിരുന്നു 200 രൂപയ്ക്ക് 3 എണ്ണം വെച്ചിട്ട് കേട്ടോ. അങ്ങനെ അതും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വാങ്ങിയിരുന്നു. പിന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് 2-3 ബോക്സ് വാങ്ങിയായിരുന്നു. അത് ഞാൻ മുമ്പേ അൺബോക്സ് ചെയ്തതുകൊണ്ട് അത് ഞാൻ യൂസ് ആക്കി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കവറുകളും ഞാൻ മടക്കി എടുത്ത് വെക്കുന്നുണ്ട്. ലാസ്റ്റ് എല്ലാം പ്ലാസ്റ്റിക് എടുക്കാൻ ആൾ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇതിനൊക്കെ വില എന്ന് പറയുന്നത് വൈപ്സിന് 200, വാഷിംഗ് മെഷീൻ്റെ കവറിന് 156, സ്റ്റിക്കറിന് 95. അങ്ങനെ വൈകിട്ടായപ്പോൾ ചേട്ടൻ്റെ പേരിൽ വഴിപാട് കഴിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നേ. അങ്ങനെ അത് കഴിക്കാൻ വേണ്ടി പോയതാണ്. ചെങ്ങന്നൂർ അമ്പലത്തിലാണ് പോയത്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളൊന്ന് ഹോസ്പിറ്റൽ കയറാൻ ഓർത്തു. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് നല്ല നടുവേദന ഉണ്ട് കേട്ടോ. വൈകിട്ട് കുളിക്കാൻ കയറിയപ്പോൾ ചെറുതായിട്ടൊന്ന് നടു ഉളുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രത്തോളം വേദന എനിക്ക് അപ്പോഴില്ലായിരുന്നു. കുറച്ച് വേദന അധികമായപ്പോൾ എന്തായാലും ഒന്ന് ഹോസ്പിറ്റൽ കയറാം എന്നോർത്തു. ചെങ്ങന്നൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കയറിയത്. അവിടെ എത്തിയപ്പോൾ ഡോക്ടർ എക്സ്റേ എഴുതി തന്നു. അങ്ങനെ അടുത്തുള്ള ലാബ് പോയിട്ടുണ്ട്. എക്സ്റേ എടുക്കാൻ വേണ്ടി ഇരിക്കുവാണ്. അങ്ങനെ പേര് വിളിക്കുമ്പോൾ ഉള്ളിലേക്ക് കയറാൻ പറഞ്ഞു. അങ്ങനെ എക്സ്റേ ഒക്കെ കൈ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇത് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ഡോക്ടർ പറയുന്നത് കുറച്ച് പ്രശ്നമുണ്ട് എന്നുള്ളത്. 5 ദിവസം ബെഡ് റെസ്റ്റും തിങ്കളാഴ്ച ഓർത്തോനെയും കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കിട്ടിയ സമ്മാനമായിട്ട് വീട്ടിലോട്ട് പോകാൻ ഓർത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.